നമ്മളെ പ്രഭാരാട്ടം ചെയ്തിട്ടുള്ള മറ്റൊരു വീടിന് മുന്നിലാണ് ചെങ്കല്ലിൽ പണിതിട്ടുള്ള ഈ ഒരു 2 നില വീട് ഏകദേശം 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. പൂർണ്ണമായിട്ടും ചെങ്കല്ലിൽ പണിതിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിൽ പണിതിട്ടുള്ള നമ്മളെ പ്രഭാരാട്ടൻ്റെ വർക്ക് നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് ബിജോയ് എന്ന് പറഞ്ഞ ആളോടാണ്. ഏട്ടാ നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ആർച്ച് വർക്ക് കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ക്ലിയർ അടിച്ചിട്ടില്ലല്ലോ അല്ലേ? ക്ലിയർ അടിക്കാതെ വരുന്ന ഒരു ലുക്കാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക. അതിപ്പോൾ പോളിഷൊക്കെ കഴിഞ്ഞാണ്, ഗ്രേഡിങ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ക്ലിയർ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വര ഇട്ടിട്ടുണ്ടല്ലേ? ഈ വര ചെയ്യാനുള്ളതാണ്. ശരിക്കും വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഈ വര ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ക്ലിയർ കൊടുക്കില്ല, ലാസ്റ്റാണ് കൊടുക്കുക അല്ലേ? അപ്പോഴുള്ള അതിൽ പിടിക്കുക അല്ലേ? വരയ്ക്കും ഒരു കോട്ടിങ്ങായി. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ഏരിയ ആണ്. കിച്ചൺ അപ്പുറത്ത് 2 ബെഡ്റൂം അല്ലേ? 2 ബെഡ്റൂം, ഇവിടെ ഒരു ലിവിങ് സ്പേസ്. സിമ്പിളായിട്ടുള്ള ഒരു നല്ല വീട്. ഇതേപോലെ തന്നെ മുകളിലും വരുന്നുണ്ട് അല്ലേ? ഒരു ബെഡ്റൂം. ഓക്കെ, നല്ലൊരു പ്ലാൻ ആട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു വരുമ്പോൾ തന്നെ ഒരു സുഖം വരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളിവിടെ ചെറിയൊരു ആർച്ച് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? കല്ല് തന്നെ. അപ്പോൾ ഇവിടെയും ഇതുപോലത്തെ ഒരു ആർച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും എന്താ പറയുക, കൈ ചളി ആവുന്നുണ്ടല്ലേ കല്ലിൻ്റെ? കഴുകണം, ഫുള്ളായിട്ട് കഴുകും, വെള്ളം ഉപയോഗിച്ച് കഴുകും. ഇതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഓക്കെ. ഇനി ഇത് കഴുകി വരുമ്പോൾ ഫുള്ളായിട്ട് കഴുകി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുക അല്ലേ? ചെറിയൊരു നനവ് വേണം. നാളെ ചെയ്യാം. ഒരു നനവ്, ഒരു പൂല് വേണം അല്ലേ അതിൽ? അപ്പോൾ നമ്മൾ സ്റ്റോൺ ലാക്കാണ് നമ്മൾ ചെയ്യാൻ സ്റ്റോൺ ലാക്കല്ലേ ചെയ്യാം? സ്റ്റോൺ ലാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു നനവിലാണ് ഇതിൽ അടിക്കുക അല്ലേ? സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? ശരി. നല്ലൊരു സാധാ വീട്ടിക്ക് കയറുന്നവർ ഇവിടെ കയറുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പ്രത്യേക കൂളിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ട് അല്ലേ? കുറയും. നാച്ചുറൽ. ഇപ്പൊ ഇത് നാച്ചുറലാണ്. കല്ല് അതേപോലെ വെച്ചതാണ്. ഒരു ഫിനിഷ് വാർണിഷും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കല്ല് പോലെ തന്നെ. ശരിക്കും ഇത് കഴുകി ഇതേപോലെ നിർത്തിയാൽ മതി അല്ലേ? എന്നാലും മണ്ണ് കൊഴിയും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബ്ലേഡ് അല്ലേ പ്രഭാരാട്ടത്? കല്ല് കട്ട് ചെയ്യുന്ന ബ്ലേഡ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ കല്ല് കട്ട് ചെയ്ത വലിയ മെഷീൻ്റെ ബ്ലേഡാണ്. ഇത്രയും ബ്ലേഡ് ഇവിടെ ചിലവായിട്ടുണ്ട് അല്ലേ? ഇത്രയും ബ്ലേഡ് ചിലവായിട്ടില്ല. ഇത് നമ്മൾ വേറെ തരത്തിലൊക്കെ എടുത്താണ്. ബിജോയ് ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്കാണ് അല്ലേ? അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്റ്റെയറിൻ്റെ സൈഡിൽ ആ ബ്ലേഡ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ നമ്മളൊരു കോണി, പഴയ വീട്ടിലുണ്ടാകുന്ന മരത്തിൻ്റെ കോണിയില്ലേ? മരത്തിൻ്റെ ആണല്ലോ ഇത് ശരിക്കും പഴയ കാലത്ത് അല്ലേ? അതിൻ്റെ ഇരുമ്പിൽ ചെയ്തു. അപ്പോൾ ഒന്ന് മുകളിലേക്ക് കയറട്ടോ. സൂപ്പർ കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും കാണണമെന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് ഞങ്ങൾ വന്ന സമയത്ത്. ഇത് വൈഫ് അല്ലേ? എൻ്റെ പേരെന്താ? സൗമ്യ. നിങ്ങളൊരു ആഗ്രഹപ്രകാരം ചെയ്താണെന്ന് പറഞ്ഞു ഈ ഒരു ഇങ്ങനത്തെ വീട്. ഇങ്ങനത്തെ വീട് കണ്ടു. ആണോ? അതെവിടെയാ? തൃശ്ശൂര്. അത് ശരി. അത് കണ്ടിട്ട് ആഗ്രഹം വന്നാണല്ലേ അതുപോലെ ഒന്ന് പണിയാണെന്നുള്ളേ? അതന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീട്, ഒരു സ്വപ്ന ഭവനം ഏകദേശം ഈ രീതിയിൽ യാഥാർത്ഥ്യമായി. അപ്പോൾ ഇത് നിങ്ങളെ ഒരു മേഖലയാണല്ലേ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് നിങ്ങളിത് എടുത്ത് നടത്തണോ? ഇത് ഉണ്ട് അല്ലേ? ഓക്കെ. എവിടെ? ഈ ഒരു ഭാഗത്ത് തന്നെയാണോ വർക്ക്? കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉണ്ടല്ലേ? അത് ശരി. അപ്പോൾ ഈ വെറൈറ്റി വർക്ക്, സ്റ്റെയറിൻ്റെ വെറൈറ്റി വർക്കുകളൊക്കെ ചെയ്യില്ലേ? ഒരുപാട് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഓരോ വെറൈറ്റി വർക്കുകളൊക്കെ. മുകളിലൊരു ലിവിങ്, ഒരു ബെഡ്റൂം. നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള വീടുകളിലൊക്കെ ഈ ഒരു സമയത്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു വൈബ് വരുന്നത് അല്ലേ? കാരണം ഈ ലൈറ്റ് അതെ, അതായത് ചെറിയ ലൈറ്റ്, നമ്മളിപ്പോൾ കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിലും അത് കൂടുതലുള്ള ലൈറ്റ് ഈ കല്ല് പിടിച്ചെടുക്കും. ഒരു നോർമൽ ലൈറ്റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണിന് വലിയ പ്രശ്നങ്ങൾ വരില്ല. തീയൊക്കെ കത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പഴയ മണ്ണെണ്ണ, ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഒരു വീട്ടിലിവിടെ വന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഇവരെ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിവിടെ വന്ന് ഈ ഒരു പ്രഭാരാട്ടം ചെയ്തൊരു വർക്ക് കാണാമെന്നുള്ള രീതിയിൽ വന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ
ഇവരായിട്ടൊരു ചെറിയൊരു ഒരു നല്ലൊരു അടുപ്പം ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ചെങ്കല്ല് നമ്മളെ ഒരുപാട് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചെങ്കല്ല് നമ്മളെ കുറേ ആളുകളായിട്ട് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് അവിചാരിതമായിട്ട് പ്രഭാരാട്ടനെ പരിചയപ്പെട്ടു, പ്രഭാരാട്ടൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു, ഇപ്പോൾ ഇവരെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ ഒരു ചെങ്കൽ ബന്ധം ഒരുപാട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.